ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് SCERT ചാപ്റ്റർ 6 ക്ലാസ്സിലെ 7ാം ക്ലാസ്സിലെ പഴയ പാഠപുസ്തകമായ സോഷ്യൽ സയൻസിലെ 7ാമത്തെ ചാപ്റ്ററാണ് ഭൂമിയും ജീവലോകവും. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഏതാണ്ട് 450 കോടി വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ആ സംഭവം. സൂര്യന്റെ ഒരു ഭാഗം അടർന്നു മാറി. അത് പൊട്ടിത്തെറിച്ചുണ്ടായ കഷണങ്ങൾ ഭൂമി ഉൾപ്പെടെയുള്ള 8 ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളുമായി തീർന്നു. നിരന്തരമായി നടന്ന തിളച്ചുമറിയലിലൂടെ ഭാരമുള്ള വസ്തുക്കളൊക്കെ ഭൂമിയുടെ കേന്ദ്രത്തിലേക്കും ഭാരം കുറഞ്ഞ വസ്തുക്കൾ മുകളിലേക്കുമായി ക്രമീകരിക്കപ്പെട്ടു. പുറത്തേക്ക് വന്ന വാതകങ്ങൾ ഭൂമിയുടെ ആവരണമായി മാറി. ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോഴും ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്നു ഭൗമോപരിതലം. നിരന്തരവും വ്യാപകവുമായുണ്ടായ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉള്ളിലെ നീരാവിയും വാതകങ്ങളും പുറത്തേക്ക് വന്നു. ഈ നീരാവി തണുത്ത് മേഘങ്ങളും തുടർന്ന് വർഷങ്ങളോളം നീണ്ട മഴയുമുണ്ടായി. ഭൗമോപരിതലത്തിലെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലായി. അങ്ങനെ സമുദ്രങ്ങളുണ്ടായി. ഭൂമിയിൽ ജീവന്റെ തുടിപ്പുകൾ രൂപം കൊള്ളുന്നതിന് പിന്നെയും ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണ്ടിവന്നു. ഒടുവിൽ നാം ഇന്ന് കാണുന്ന തരത്തിൽ ജീവൻ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ആയിരക്കണക്കിന് ഇനങ്ങളായി പരിണമിച്ചു. ഒടുവിൽ മനുഷ്യനും. കരയും ജലവും വായുവും ഒടുവിൽ ജീവജാലങ്ങളും ഇന്ന് കാണുന്ന തരത്തിലേക്ക് പരിണമിച്ചതിനെക്കുറിച്ചുള്ള ശാസ്ത്രലോകത്തിന്റെ നിഗമനമാണ് നമ്മൾ വായിച്ചത്. ഭൂമിയിലെ കര, വായു, ജലം എന്നിവ ഉൾക്കൊള്ളുന്ന മണ്ഡലങ്ങളാണ് ജൈവമണ്ഡലത്തിന്റെ നിലനിൽപ്പിന് ആധാരം. അപ്പോൾ ഈ 4 മണ്ഡലങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ശിലാമണ്ഡലം. പടുകൂറ്റൻ പർവ്വതങ്ങൾ, വിസ്തൃതമായ പീഠഭൂമികൾ, വിശാലമായ സമതലങ്ങൾ, തീരപ്രദേശങ്ങൾ, മരുഭൂമികൾ, ദ്വീപുകൾ, സമുദ്രത്തിനടിയിലെ വിവിധ ഭൂരൂപങ്ങൾ, അങ്ങനെ എത്രമാത്രം വൈവിധ്യമാർന്നതാണ് ഭൂമിയുടെ ഉപരിതലം. ഈ ഭൂരൂപങ്ങളെല്ലാം ഉൾപ്പെടുന്നതും ശിലകളും മണ്ണുകൊണ്ട് രൂപപ്പെട്ടിരിക്കുന്നതുമായ ഖരാവസ്ഥയിലുള്ള ഭാഗമാണ് ശിലാമണ്ഡലം. കരയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമായ എവറസ്റ്റ് കൊടുമുടിയും സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമായ പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തവും ശിലാമണ്ഡലത്തിന്റെ ഭാഗം തന്നെ. ശിലാമണ്ഡലത്തിലെ പ്രധാന ഭൂരൂപങ്ങൾ നോക്കിക്കേ. പർവ്വതങ്ങൾ, പീഠഭൂമികൾ, സമതലങ്ങൾ. പർവ്വതങ്ങളെ കുറിച്ച് പറയുന്നത് നോക്കാം. സമുദ്രനിരപ്പിൽ നിന്ന് 900 മീറ്ററിലധികം ഉയരമുള്ളതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ ഭൂരൂപങ്ങളാണ് പർവ്വതങ്ങൾ. പീഠഭൂമികൾ. മുകൾ ഭാഗം ഏറെക്കുറെ പരന്നതും ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഉയർന്നു നിൽക്കുന്നതുമായ ഭൂരൂപങ്ങളാണ് പീഠഭൂമികൾ. സമതലങ്ങൾ. താരതമ്യേന താഴ്ന്നതും നിരപ്പായതുമായ വിശാല പ്രദേശങ്ങളാണ് സമതലങ്ങൾ. കരയിൽ കാണുന്നത് പോലെ പർവ്വതങ്ങൾ, സമതലങ്ങൾ, ഗർത്തങ്ങൾ, അഗ്നിപർവ്വതങ്ങൾ ഇവയൊക്കെ സമുദ്രത്തിനടിയിലുമുണ്ട്. ഇനി ചിത്രത്തിൽ നോക്കിക്കേ. ശിലാമണ്ഡലം മനുഷ്യന് എത്രമാത്രം പ്രയോജനപ്രദമാണ് എന്നതിന്റെ ഏതാനും ഉദാഹരണങ്ങളാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. മനുഷ്യന് ഏതൊക്കെ തരത്തില് ശിലാമണ്ഡലം പ്രയോജനപ്പെടുന്നുണ്ട് നോക്കിക്കേ. റോഡ് നിർമ്മാണമുണ്ട്, കൃഷിയുണ്ട്, വീട് നിർമ്മാണമുണ്ട്, പാറ പൊട്ടിക്കലുണ്ട്, ഖനനമുണ്ട്, വനവൽക്കരണമുണ്ട്, വിനോദസഞ്ചാരം, റെയിൽപാതകളുടെ നിർമ്മാണം, ഇഷ്ടിക നിർമ്മാണം, മണൽവാരൽ തുടങ്ങി അനവധി ഉപകാരങ്ങളുണ്ട് നമുക്ക് ശിലാമണ്ഡലം കൊണ്ട്. ശിലാമണ്ഡലം ശിലകളും മണ്ണും കൊണ്ട് രൂപപ്പെട്ടതാണ്. മനുഷ്യരുടെയും സസ്യജന്തുജാലങ്ങളുടെയും നിലനിൽപ്പിന് അനിവാര്യമാണ് മണ്ണ്. മണ്ണിനെ അറിയാം. നോക്കിക്കേ, മണ്ണിനെ കുറിച്ചാ പറയുന്നത്. എന്താ പറയുന്നത് നോക്കാം. അനേക വർഷങ്ങളായി വെയിലും മഴയും മഞ്ഞും ഏൽക്കുന്ന പാറ പൊടിയുന്നു. ചിലപ്പോൾ അവയ്ക്ക് രാസമാറ്റവും ഉണ്ടാകാറുണ്ട്. അതിൽ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മൃതാവശിഷ്ടങ്ങൾ അഴുകിച്ചേരുന്നതിലൂടെ ജൈവാംശവും കൂടിച്ചേരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ നിരന്തരം നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളുടെ ഫലമായാണ് മണ്ണ് രൂപം കൊള്ളുന്നത്. നിശ്ചിത അളവിൽ ജലം, വായു എന്നിവയോടൊപ്പം ജൈവാംശവും സൂക്ഷ്മജീവികളും മണ്ണിലുണ്ട്. നമ്മുടെ
വിവേകരഹിതമായ പ്രവർത്തനങ്ങൾ പലപ്പോഴും മണ്ണിന്റെ ഫലപുഷ്ടി നഷ്ടപ്പെടുത്താറുണ്ട്. ഓക്കെ, മണ്ണിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. മണ്ണിന്റെ ഫലപുഷ്ടിയെ ദോഷകരമായി ബാധിക്കുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? രാസവളങ്ങളുടെ അമിത ഉപയോഗം, രാസ കീടനാശിനികളുടെ അമിത ഉപയോഗം, ഇതൊക്കെ മണ്ണിന്റെ ഫലപുഷ്ടി നഷ്ടപ്പെടാൻ കാരണമാണ്. നോക്കിക്കേ, നൂറ്റാണ്ടുകളായുള്ള പ്രവർത്തനങ്ങളിലൂടെ രൂപം കൊണ്ടിട്ടുള്ള മണ്ണ് ഇന്ന് മനുഷ്യന്റെ വിവേകരഹിതമായ ഇടപെടലുകളിലൂടെ എന്നേക്കുമായി നശിച്ചു പോവുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുകയാണ്. മനുഷ്യന്റെ ഓരോ പ്രവൃത്തികൾ മൂലം മണ്ണിനും നാശം സംഭവിക്കുമെന്നാ പറയുന്നത്. മനുഷ്യന്റെ വിവേകരഹിതമായ ഇടപെടലുകൾ മണ്ണിനെ മാത്രമല്ല ശിലാമണ്ഡലത്തെ തന്നെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. പ്രകൃതിയിൽ 1 ഇഞ്ച് കനത്തിൽ മണ്ണുണ്ടാകുന്നതിന് 1000-ലധികം വർഷം വേണം. അപ്പോ മണ്ണ് 1 ഇഞ്ച് കനത്തിൽ ഉണ്ടാകണമെങ്കിൽ 1000-ലധികം വർഷം വേണം. അപ്പൊ നമ്മൾ കാണുന്ന ഈ മണ്ണൊക്കെ എത്രയോ വർഷങ്ങൾ കൊണ്ടാണ് ഉണ്ടായത് അല്ലേ? അപ്പൊ അത് മനസ്സിലാക്കി വെക്കണം. നമ്മൾ മണ്ണിനെ ഒരിക്കലും എന്ത് ചെയ്യരുത്, നശിപ്പിക്കരുത്. നോക്കിക്കേ, അപ്പോ മനുഷ്യന് മണ്ണിനെ എങ്ങനെയൊക്കെയാണ് നശിപ്പിക്കുന്നതെന്ന് നോക്കാം. മൺമറയുന്ന വയലുകൾ. നോക്കിക്കേ, വയലുകളെ കുറിച്ച് പറയുകയാണ്. വയലുകൾക്ക് എന്താണ് സംഭവിക്കുന്നത് നോക്കിക്കേ. ഒരു കാലത്ത് കേരളത്തനിമയുടെ സവിശേഷതയായിരുന്നു വിശാലമായ വയലുകൾ. എന്നാൽ ഇന്നോ? ഇന്ന് നമുക്കറിയാം വയലുകളൊക്കെ എന്ത് ചെയ്യുകയാണ്? മനുഷ്യര് നികത്തുകയാണ് അല്ലേ? നികത്തിയവിടെ ഫ്ലാറ്റുകള്, വീടുകള്, കെട്ടിടങ്ങളൊക്കെ വെക്കുകയാണ് ചെയ്യുന്നത്. നോക്കിക്കേ, നമ്മുടെ വയലുകളും മറ്റ് ചതുപ്പ് പ്രദേശങ്ങളുമൊക്കെ മണ്ണിട്ട് നികത്തിക്കൊണ്ടിരിക്കുകയാണ്. മഴവെള്ളം ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങുന്ന സ്വാഭാവിക ഇടങ്ങളാണ് നാം ഇങ്ങനെ നികത്തുന്നതിലൂടെ എന്നേക്കുമായി നഷ്ടമാകുന്നത്. ചിലയിടങ്ങളിലാകട്ടെ കാലങ്ങളായി വയലുകളിൽ നിലനിൽക്കുന്ന ചെളി ഇഷ്ടിക നിർമ്മാണത്തിനായി മനുഷ്യൻ കുഴിച്ചെടുത്ത ചൂളകളിൽ ചുട്ടെടുക്കുകയാണ്. വയലുകളിൽ ചെളിയാണ് വെള്ളം ശേഖരിച്ച് വെക്കുന്നത്. അപ്പോൾ വയലുകളിലെ ചെളിയാണ് വെള്ളം ശേഖരിച്ചു വെക്കുന്നത്. മനുഷ്യർ എന്ത് ചെയ്യുകയാണ്? ആ ചെളിയെടുത്ത് ഇഷ്ടിക നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ചെളിയില്ലെങ്കിൽ വയലില്ല. ചിലയിടങ്ങളിൽ വയലിലെ ചെളി നീക്കി അതിനടിയിലെ മണലാണ് മനുഷ്യർ കുഴിച്ചെടുക്കുന്നത്. അടുത്ത് നോക്കിക്കേ, പുഴയിലെ മണൽവാരൽ. സമൃദ്ധമായി ഒഴുകിയിരുന്ന നമ്മുടെ നദികളിൽ പലതിലും മഴക്കാലം കഴിയുന്നതോടെ ജലനിരപ്പിൽ വലിയ കുറവാണുണ്ടാകുന്നത്. നദികളിലെ മണൽവാരലിന്റെ ഫലമായി അടിത്തട്ടിന്റെ ആഴം കൂടുന്നതാണ് ഇതിന് കാരണം. ഇത് സമീപ പ്രദേശങ്ങളിലെ കിണറുകളിൽ ജലനിരപ്പ് താഴുന്നതിനും ജലദൗർലഭ്യം അനുഭവപ്പെടുന്നതിനും കാരണമാകുന്നു. നമ്മള് എന്താണ് ജലം വിധാനം പാലിക്കുന്നെന്ന് പഠിച്ചില്ലേ? അപ്പോ എന്ത് ചെയ്യുകയാണ്? മണൽ വാരുന്നത് കൊണ്ട് നദികളിലേക്ക് ആഴം കൂടുന്നുണ്ട്. ആഴം കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ആ ജലം താഴേക്ക് വലിയുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് സമീപ പ്രദേശങ്ങളിൽ കിണറുകളിലെ ജലനിരപ്പും സ്വാഭാവികമായിട്ട് താഴും. പല നദികളും ആഴം കൂടി അടിത്തട്ടിലെ പാറയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് നദിയുടെ വശങ്ങൾ ഇടിയുന്നതിന് കാരണമാകുന്നു. മണലിനു വേണ്ടി മനുഷ്യർ നദീതീരങ്ങൾ വ്യാപകമായി ഇടിക്കുന്നുണ്ട്. വളക്കൂറുള്ള നദീതീരങ്ങൾ ഇടിയുന്നത് ജീവനും സ്വത്തിനും കനത്ത നാശനഷ്ടമാണ് വരുത്തിവെക്കുന്നത്. നമ്മളിപ്പോ കാണുന്നുണ്ട് പ്രളയത്തോടെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടെന്നല്ലേ? സഞ്ചരിക്കുന്ന കുന്നുകൾ. മുമ്പ് കുന്നു കയറി പോകുന്ന ലോറികളായിരുന്നു മലയാളികൾ കണ്ടിരുന്നതെങ്കിൽ ഇന്ന് ലോറികളിൽ കയറി പോകുന്ന കുന്നുകൾ പതിവ് കാഴ്ചയായിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്? കുന്നൊക്കെ ഇടിച്ച മണ്ണെല്ലാം ലോറി കയറ്റി കൊണ്ട് കളയുകയാണല്ലേ? അതാ പറയുന്നേ. അതിശക്തരായ മണ്ണുമാന്തി യന്ത്രങ്ങൾ വ്യാപകമായതോടെ നമ്മുടെ കുന്നുകൾ ചുരുങ്ങിയ സമയം കൊണ്ട് മാന്തിയെടുത്ത് ലോറികളേറ്റി കൊണ്ടുപോകുന്നു. അപ്പോ ഇന്ന് മനുഷ്യര് കുന്നുകളെല്ലാം ഇടിച്ച് വീടൊക്കെ വെക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, നോക്കിക്കേ, കുന്നിടിക്കൽ. കുന്നിടിക്കൽ കേരളത്തിൽ ഇന്ന് വ്യാപകമായി നടക്കുന്ന പ്രവർത്തനമാണ്.
കുന്നുകൾ പ്രകൃതിയുടെ സ്വാഭാവിക ജലസംഭരണ കേന്ദ്രങ്ങളാണ്. കുന്നുകള് ഇടിച്ചു മാറ്റുന്നത് കൊണ്ട് ജലലഭ്യതയെ അത് ദോഷകരമായി ബാധിക്കും. എങ്ങനെയാണ്? നമുക്കറിയാം, കുന്ന് എന്ത് ചെയ്യുന്നുണ്ട്? മേഘങ്ങളെ തടഞ്ഞു നിർത്തി മഴ പെയ്യിപ്പിക്കുന്നുണ്ട്. മഴവെള്ളം മണ്ണിലേക്ക് ഇറങ്ങാനൊക്കെ കുന്ന് സഹായിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കുന്നിടിച്ച് കളയുന്നത് കൊണ്ട് ഒരുപാട് ദൂഷ്യവശങ്ങളുണ്ട്. ചരിവ് കൂടുതലുള്ള ഭാഗങ്ങളിലെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉരുൾപൊട്ടൽ സാധ്യത വർദ്ധിപ്പിക്കുന്നു. നോക്കിക്കേ, ചിത്രത്തിൽ കാണിച്ചേക്കുന്ന എന്താണ്? കുന്നിടിക്കലും അശാസ്ത്രീയമായ നിർമ്മാണവുമാണ് കാണിച്ചേക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഉരുൾപൊട്ടല് ഉണ്ടാവും. നോക്കിക്കേ, മണ്ണിന്റെ നാശത്തിന് കാരണമാകുന്നത് എന്തൊക്കെയാണ്? വനനശീകരണം, അശാസ്ത്രീയമായ കൃഷിരീതികൾ, വയൽ നികത്തൽ, ചെളിവാരൽ അല്ലെങ്കിൽ ഇഷ്ടിക നിർമ്മാണം, മണലൂറ്റ്, കുന്നിടിക്കൽ, പാറ പൊട്ടിക്കൽ, ഖനനം, കനാൽ നിർമ്മാണം, മുറ്റം കോൺക്രീറ്റ് ചെയ്യൽ, ടാറിങ് എന്നിവയൊക്കെ മണ്ണിന്റെ നാശത്തിന് കാരണമാവുന്നവയാണ്. ഓക്കെ, ബദലുകൾ തേടാം. പ്രകൃതി വിഭവങ്ങൾ നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. ഉപയോഗിക്കാനുള്ളതാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അത് മൊത്തം ചൂഷണം ചെയ്യുന്നത് ശരിയാണോ? അല്ല, നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം നമ്മൾ ഉപയോഗിക്കണം. നോക്കിക്കേ, എന്നാൽ അവ അനിയന്ത്രിതമായി ചൂഷണം ചെയ്യുന്നത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകരാറിലാക്കും. അമിത വിഭവ ചൂഷണത്തിന്റെ ഫലമായി പ്രകൃതിക്കുണ്ടാകുന്ന നാശം കുറയ്ക്കുന്നതിന് ബദലുകൾ തേടേണ്ടത് ആവശ്യമാണ്. വയലുകളിലെ മേൽമണ്ണ് ഉപയോഗിച്ച് ഇഷ്ടിക നിർമ്മിക്കുന്നതിന് പകരം ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക്, കളിമൺ പാത്ര ഫാക്ടറികളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ എന്നിവ ഉപയോഗിച്ച് കെട്ടിട നിർമ്മാണത്തിനുള്ള കട്ടകൾ നിർമ്മിക്കുന്ന സങ്കേതം നിലവിലുണ്ട്. അപ്പോൾ ഇത്തരത്തില് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്താണ്? പരിസര മലിനീകരണം കുറയ്ക്കാനും അതുപോലെ തന്നെ നമുക്ക് വയലുകളിലെ മേൽമണ്ണ് എടുക്കാതിരിക്കാനും സാധിക്കും അല്ലേ? അതുപോലെ തന്നെ പുഴകളിലെ മണലിനു പകരം പാറപ്പൊടി ഉപയോഗിച്ച് കെട്ടിടം നിർമ്മിക്കുന്നതിനെ കുറിച്ചും പറയുന്നുണ്ട്. ഉറപ്പിലും ഈടിലും പാറപ്പൊടി മണ്ണിനേക്കാൾ ഒട്ടും പിന്നിലല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ശിലാമണ്ഡലത്തെ അനിയന്ത്രിതമായി ചൂഷണം ചെയ്യുന്നത് ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ്. അതുകൊണ്ട് നമ്മൾ ഒരു പരിധിക്കപ്പുറം നമ്മുടെ പ്രകൃതിയെ ചൂഷണം ചെയ്യാതിരിക്കുക. ഓക്കെ, ജലമണ്ഡലം. ഭൗമ ഉപരിതലത്തിലെ 2/3 ഭാഗവും എന്താണ്? ജലമാണ്. സമുദ്രങ്ങൾ, നദികൾ, തടാകങ്ങൾ, അരുവികൾ ഇവ കൂടാതെ ഭൂമിയുടെ ഉള്ളിലും ജലം ദ്രാവക രൂപത്തിൽ സ്ഥിതി ചെയ്യും. ധ്രുവപ്രദേശങ്ങളിലും വളരെ ഉയരമുള്ള പർവ്വതങ്ങളുടെ മുകളിലും ജലം ഉറഞ്ഞ് ഖരരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അന്തരീക്ഷത്തിൽ ഇത് നീരാവിയായും ജലകണികകളുമായാണ് നിലകൊള്ളുന്നത്. മേൽപ്പറഞ്ഞ 3 അവസ്ഥകളിലുമായി ഭൂമിയിലുള്ള ജലമാണ് ജലമണ്ഡലം. അമൂല്യമായ ശുദ്ധജലം. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ശുദ്ധജലം അത്യന്താപേക്ഷിതമാണ്. ഭൂമിയുടെ 2/3 ഭാഗവും ജലമാണെങ്കിലും അതിൽ 3% മാത്രമാണ് ശുദ്ധജലം. നദികൾ, തടാകങ്ങൾ, കായലുകൾ, കിണറുകൾ തുടങ്ങിയവയിൽ നിന്ന് ലഭിക്കുന്ന ശുദ്ധജലത്തിൽ മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയുന്ന ജലത്തിന്റെ അളവ് കേവലം 1%-ത്തിലും താഴെയാണ്. ബാക്കി ജലം മുഴുവനും ധ്രുവങ്ങളിലും പർവ്വതങ്ങളുടെ മുകളിലുമായി ഉറഞ്ഞുകിടക്കുന്നു. ഭൂമിക്കടിയിലുള്ള ജലവും മനുഷ്യന് ഉപയോഗത്തിനെടുക്കാൻ പലയിടത്തും ഏറെ പരിമിതികളുണ്ട്. ജലദൗർലഭ്യം. നമുക്കറിയാം, നമുക്ക് വളരെ കുറവ് മാത്രമാണ് ശുദ്ധജലം കിട്ടുന്നതെന്നല്ലേ? പ്രകൃതിയിൽ മനുഷ്യന്റെ വിവേകരഹിതമായ ഇടപെടലുകൾ ജലദൗർലഭ്യത്തിന് കാരണമാകുന്നുണ്ട്. സ്വതവേ ദുർലഭമായ ഒന്നാണ് ശുദ്ധജലം. മനുഷ്യന്റെ അശാസ്ത്രീയമായ ഇടപെടലുകൾ കൊണ്ട് ശുദ്ധജലം തികച്ചും കിട്ടാക്കനിയായി മാറുകയാണ്. അതുപോലെ തന്നെ ശുദ്ധജല സ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ശുദ്ധജല സ്രോതസ്സുകൾ സകല ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ഓക്കെ,
അടുത്ത് നോക്കിക്കേ, ഒഴുകി അകലുന്ന മഴവെള്ളം. പശ്ചിമഘട്ടത്തിൽ പെയ്യുന്ന മഴവെള്ളത്തിൽ നല്ലൊരു പങ്കും 2 ദിവസത്തിനകം കടലിലെത്തുന്നു എന്നാണ് കണക്ക്. അപ്പോൾ നമ്മുടെ ഭൂമിയിലേക്ക് അത് താഴുന്നില്ല, അത് നേരെ കടലിലേക്കാണ് ചെല്ലുന്നത്. നമ്മുടെ ഭൂമിയിലേക്ക് മഴവെള്ളം ഇറങ്ങാൻ നമ്മൾ ഇത് കണ്ടോ, തട്ടുകളായുള്ള കൃഷിരീതി ഇതുപോലെയൊക്കെ ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, മഴവെള്ളം നമ്മുടെ ഭൂമിയിലേക്ക് ഇറങ്ങും. പിന്നെ മഴക്കുഴിയൊക്കെ കുഴിക്കുന്നത് നല്ല കാര്യമാണ്. വേണം നമുക്കൊരു ശാസ്ത്രീയ സ്ഥല ജലപരിപാലനം. നോക്കിക്കേ, കുന്നിൻ ചരിവുകളെ തട്ടുകളാക്കി കൃഷി ചെയ്യുക. പാറകൾ നിറഞ്ഞതും മണ്ണിന് ആഴമില്ലാത്തതുമായ മലനിരകളിൽ തെങ്ങ്, കവുങ്ങ് തുടങ്ങിയ നാരുവേരുകളുള്ള മരങ്ങൾക്കു പകരം സ്ഥായിയായി നിൽക്കുന്ന ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക. മണ്ണിന്റെ ദാഹം മാറ്റാം. നമ്മളിൽ പലരും വീടിന്റെ മുറ്റം കോൺക്രീറ്റ് ചെയ്യാറുണ്ട്. ചിലർ തറയോട് പാകുന്നു. ഭൂമിയിലേക്ക് വെള്ളം താഴ്ന്നിറങ്ങാനുള്ള അവസരമാണ് അവർ എന്നേക്കുമായി അടച്ചു കളയുന്നത്. അതിനു പകരം കരിങ്കൽ ചീളുകൾ പാകൂ. അവയ്ക്കിടയിൽ പുല്ല് വെച്ച് പിടിപ്പിക്കാം. കാഴ്ചയ്ക്ക് ഭംഗിയുമുണ്ട്. വെള്ളത്തിന് മണ്ണിലേക്ക് താഴുന്നതിന് തടസ്സവുമില്ല. അപ്പോൾ എല്ലാ വീട്ടിലും ഇപ്പൊ എന്താണ്, ഇന്റർലോക്ക് ഒക്കെ ചെയ്തേക്കുവാണ് അല്ലേ. പോരാത്തതിന് ഇപ്പൊ എല്ലാവരും എന്തോ ചെയ്യും, പുല്ല് കിളുക്കുമെന്നും പറഞ്ഞ് പ്ലാസ്റ്റിക് കൂടെ വിരിക്കും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്. അങ്ങനെയൊക്കെ ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് വളരെ ബുദ്ധിമുട്ടുന്നത്. നമ്മുടെ കാലാവസ്ഥ തന്നെ എന്ത് ചെയ്യുകയാണ്, മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. മലഞ്ചരിവുകളിലെ നീർച്ചാലുകളിൽ കോൺക്രീറ്റ് തടയണകൾക്കു പകരം അതാതിടത്ത് കിട്ടുന്ന കല്ല്, തടി മുതലായവ കൊണ്ട് തടയണകൾ നിർമ്മിക്കുക. മണ്ണു സംരക്ഷണ കയ്യാലകൾ നിർമ്മിക്കുക. ചരിവ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും മരച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ മണ്ണിന് ഇളക്കമുണ്ടാകുന്ന തരത്തിലുള്ള വിളകൾ കൃഷി ചെയ്യുന്നതും ഒഴിവാക്കുക. തരിശായ ഇടങ്ങളിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. ഗാർഹിക വ്യവസായിക മാലിന്യങ്ങൾ ജലാശയങ്ങളിലേക്ക് ഒഴുക്കി വിടാതിരിക്കുക. വയലുകൾ, കുളങ്ങൾ, തടാകങ്ങൾ, നദീതീരങ്ങൾ എന്നിവ മണ്ണിട്ട് നികത്താതെ സംരക്ഷിക്കുക. നോക്കിക്കേ, എന്താ പറയുന്നത് വായിക്കാമേ. മഹാരാഷ്ട്രയിലെ മഴ കുറഞ്ഞ ഗ്രാമമായ റാലേഗാൻ സിദ്ധിയിൽ മനുഷ്യരുടെ പ്രവർത്തനം ആ ഗ്രാമത്തെ വാസയോഗ്യമാക്കി മാറ്റിയ അനുഭവപാഠമാണ് പറയുന്നത്. റാലേഗാൻ സിദ്ധിയിലെ വിജയഗാഥ. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിൽപ്പെട്ട റാലേഗാൻ സിദ്ധി എന്ന ചെറുഗ്രാമം. വർഷത്തിൽ ശരാശരി 50 സെന്റിമീറ്ററിൽ താഴെ മാത്രമാണ് മഴ. അത് തന്നെ സ്ഥിരമായി ലഭിക്കാറുമില്ല. ഉപരിതലത്തിൽ നിന്നും 20 മീറ്ററിലധികം താഴെയുള്ള ഭൂഗർഭ ജലനില വേനൽ ആരംഭിക്കുന്നതോടെ വറ്റുന്ന കിണറുകൾ, കടുത്ത ജലക്ഷാമം, ഉയർന്ന തോതിലുള്ള മണ്ണൊലിപ്പ്, സസ്യാവരണമില്ലായ്മ, മഴയെ മാത്രം ആശ്രയിക്കുന്നതിനാൽ സ്ഥിരതയല്ലാത്ത കാർഷിക വിളവ്, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം ഇതൊക്കെയായിരുന്നു 1975 മുൻപിലുള്ള റാലേഗാൻ സിദ്ധിയുടെ ചരിത്രം. 1975 സൈനിക സേവനത്തിൽ നിന്ന് വിരമിച്ച് നാട്ടിലെത്തിയ ശ്രീ ബാബുറാവു ഹസാരെ ഗ്രാമീണരായ യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് നാടിന്റെ വികസനത്തിനായി മുന്നിട്ടിറങ്ങി. കാർഷിക വൃദ്ധി പരിപോഷിപ്പിക്കുന്നതിനായി സർക്കാർ നടപ്പിലാക്കി വരുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് അദ്ദേഹം ജനങ്ങളെ ബോധവൽക്കരിച്ചു. ഒപ്പം കൃഷി മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ മാർഗങ്ങൾ അന്വേഷിക്കുന്നതിനും അവ കൂട്ടായി ചർച്ച ചെയ്യുന്നതിനും ശ്രമിച്ചു. അമിതമായി ജലം ആവശ്യമുള്ള കരിമ്പിന് പകരം ഉള്ളി തുടങ്ങിയ വിളകൾ കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. സ്വകാര്യ കിണറുകൾ കുഴിക്കുന്നത് നിരുത്സാഹപ്പെടുത്തി. പകരം പൊതു കിണറുകൾക്ക് പ്രാധാന്യം നൽകി. ഇന്നവർക്ക് 7 പൊതു കിണറുകളുണ്ട്. അവയിൽ ഇഷ്ടം പോലെ വെള്ളവും. ഗ്രാമത്തിലെവിടെയും വെള്ളം എത്തിക്കാനുള്ള ചെറുകിട ജലസേചന സംവിധാനങ്ങളുമുണ്ട്. മണ്ണു സംരക്ഷണം അവരുടെ ജീവിതത്തിന്റെ തന്നെ ഭാഗമായി തീർന്നിരിക്കുന്നു. ജനങ്ങൾ ഗ്രാമത്തിലെമ്പാടുമായി ധാരാളം മരങ്ങൾ വെച്ചുപിടിപ്പിച്ചു. ഇന്നവിടെ ഒരു ഇന്റർമീഡിയറ്റ് കോളേജ്, സ്കൂളുകൾ,
സഹകരണ സംഘങ്ങൾ, മറ്റ് ജീവിത സൗകര്യങ്ങൾ ഇവയൊക്കെയുണ്ട്. അപ്പോൾ ഒരു വ്യക്തി വിചാരിച്ചപ്പോൾ ആ നാട് തന്നെ മാറിയല്ലേ. അപ്പൊ നമ്മുടെ നാട്ടിലും ഇതൊക്കെ പ്രാബല്യത്തിൽ കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. ഓക്കെ. വായുമണ്ഡലം ഭൂമിയെ ഒരു പുതപ്പ് പോലെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന വാതകപാളിയാണ് വായുമണ്ഡലം അഥവാ അന്തരീക്ഷം. നൈട്രജൻ, ഓക്സിജൻ തുടങ്ങിയ വാതകങ്ങളെ കൂടാതെ പൊടിപടലങ്ങളും നീരാവികളും അന്തരീക്ഷത്തിലുണ്ട്. വായുവിന്റെ സ്വാഭാവിക സംരചനയ്ക്ക് മാറ്റമുണ്ടാകുന്ന തരത്തിൽ അതിൽ കലരുന്ന എന്തും വായു മലിനീകരണമാണ്. ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിന് വായു കൂടിയേ തീരൂ. അന്തരീക്ഷം നമുക്ക് ഏതെല്ലാം വിധത്തിൽ പ്രയോജനപ്പെടുന്നുണ്ടെന്ന് നോക്കിക്കേ. പ്രാണവായു തരുന്നുണ്ട്, മഴ, മഞ്ഞ് തുടങ്ങിയ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നുണ്ട്, ഹാനികരമായ അൾട്രാ വയലറ്റ്, ഗാമ തുടങ്ങിയ രശ്മികളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്, സസ്യങ്ങൾക്ക് ആവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡ് നൽകുന്നുണ്ട്. മനുഷ്യന്റെ ജീവിതത്തില് അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളുടെയും ജീവന് ഒരുപാട് പ്രാധാന്യമുണ്ട് അന്തരീക്ഷം കൊണ്ടല്ലേ. എന്നാലും മനുഷ്യൻ പലതരത്തിലും അന്തരീക്ഷത്തെ മലിനമാക്കാറുണ്ട്. ശീതീകരണികളിൽ ഉപയോഗിക്കുന്ന വാതകങ്ങൾ, നമ്മള് റെഫ്രിജറേറ്റർ എപ്പോഴും തുറക്കരുതെന്ന് പറയല്ലേ, അതിൽ നിന്നുള്ള വാതകം അന്തരീക്ഷത്തെ മലിനമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ വ്യവസായശാലകളിൽ നിന്നുള്ള വാതകങ്ങളും പൊടിപടലങ്ങളും, വാഹനത്തിന്റെ പുക, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുന്നത്. അപ്പോൾ പുകയൊക്കെ കത്തുന്നത് അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാണ്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ വിറകടുപ്പൊക്കെ മാക്സിമം ഒഴിവാക്കണമെന്ന്. ധാതു ഇന്ധനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നതൊക്കെ അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാണ്. ഓക്കെ. വ്യവസായശാലകൾ, വാഹനങ്ങൾ എന്നിവയിൽ നിന്ന് വൻതോതിൽ നിരവധി മാരകമായ രാസവസ്തുക്കളും വാതകങ്ങളും വായുവിൽ കലരുന്നുണ്ട്. വായുവിന്റെ സ്വാഭാവിക ഘടനയ്ക്ക് മാറ്റമുണ്ടാകുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ മനുഷ്യന്റെ നിലനിൽപ്പിന് തന്നെ ബാധിക്കും. മനുഷ്യന്റെ മാത്രമല്ല സകല ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് ബാധകമാണ്. ഓക്സിജൻ പാർലറുകൾ. ജപ്പാനിലെ നഗരങ്ങളിൽ കുറെ വർഷങ്ങളായി നിലവിലുള്ള സംവിധാനമാണിത്. ഈ പാർലറിനുള്ളിൽ കയറുന്ന ഏതൊരാൾക്കും ശുദ്ധമായ വായു ശ്വസിക്കാം. ഡൽഹി നഗരത്തിൽ അന്തരീക്ഷത്തിലേക്ക് ശുദ്ധവായു പമ്പ് ചെയ്യുന്ന കൂറ്റൻ യന്ത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്കറിയാം യുദ്ധങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? അന്തരീക്ഷം മലിനമാക്കപ്പെടുന്നുണ്ട് അല്ലേ. ശുദ്ധമായ വായു ശ്വസിക്കാൻ പോലും അവിടെയുള്ള ജനങ്ങൾക്ക് കഴിയാതെ വരുന്നുണ്ട്. ഓക്കെ, നോക്കിക്കേ. ജൈവമണ്ഡലം. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് ജൈവമണ്ഡലം. ശിലാമണ്ഡലം, ജലമണ്ഡലം, വായുമണ്ഡലം എന്നീ 3 മണ്ഡലങ്ങളുടെയും പരസ്പര പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ജൈവമണ്ഡലം നിലനിൽക്കുന്നത്. നോക്കിക്കേ, സ്ഥലമണ്ഡലവും വായുമണ്ഡലവും തമ്മിൽ കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ സ്ഥലമണ്ഡലവും ജലമണ്ഡലവും തമ്മിൽ കണക്റ്റഡ് ആണ്. ജലമണ്ഡലവും വായുമണ്ഡലവും തമ്മിൽ കണക്റ്റഡ് ആണ്. അപ്പോൾ ഇത് 3ഉം കൂടെ ചേർന്നാണ് എന്തുള്ളത്? ജൈവ മണ്ഡലം ഉള്ളത്. ഓക്കെ. മനുഷ്യരുടെയും സസ്യജന്തുജാലങ്ങളുടെയും നിലനിൽപ്പ് തന്നെ സാധ്യമാകുന്നത് ശിലാജല വായുമണ്ഡലങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ശിലാമണ്ഡലം, ജലമണ്ഡലം, വായുമണ്ഡലം എന്നിവയിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും മനുഷ്യജീവിതത്തിൽ വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് മനസ്സിലാക്കാം. ഇനി സസ്യങ്ങളുടെ കാര്യത്തിൽ നോക്കിക്കേ. സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, ധാതു ലവണങ്ങൾ എന്നിവ. ഇതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ലഭ്യമാകുന്നത് അന്തരീക്ഷത്തിൽ നിന്നാണ്. അതുപോലെ ധാതു ലവണങ്ങൾ ശിലാമണ്ഡലത്തിൽ നിന്നും, ജലം ജലമണ്ഡലത്തിൽ നിന്നുമാണ് ലഭിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു ഘടകം ഒഴിച്ചു നിർത്തിയാൽ ഭൂമിയിൽ സസ്യങ്ങൾ ഉണ്ടാകുമോ? സസ്യങ്ങൾ ഉണ്ടാകത്തില്ല. സ്ഥല, ജല, വായു, ജൈവ മണ്ഡലങ്ങൾക്ക് മനുഷ്യന്റെ വിവേകരഹിതമായ പ്രവൃത്തികൾ കനത്ത ആഘാതം ഏൽപ്പിക്കുന്നു. ഇത് ഒട്ടനവധി പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ പ്രകൃതിയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്നതും മനുഷ്യന്റെ ജീവനും സ്വത്തിനും കനത്ത നാശനഷ്ടം ഉണ്ടാക്കുന്നതുമായ പ്രതിഭാസങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ.
പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ചതിനു ശേഷം രക്ഷാപ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കാതെ നോക്കൽ. ഉരുൾപൊട്ടൽ. കുത്തനെ ചരിവുള്ള പ്രദേശങ്ങളിലെ പാറയും മണ്ണും ചെളിയും അതിവേഗം താഴ്ന്നു നീങ്ങുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ. നോക്കിക്കേ, ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്, കണ്ടോ? നമ്മളിപ്പോ റീസെന്റ് കണ്ടത് ഏതാണ്? വയനാട് ദുരന്തമാണ് അല്ലേ? നോക്കിക്കേ, അടി തെറ്റിയാൽ മണ്ണും. തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി 2001, ഇടുക്കി ജില്ലയിലെ വെണ്ണിയാനി 2001, ചീയപ്പാറ 2013, കോഴിക്കോട് ജില്ലയിലെ പുലൂരാമ്പാറ 2012. ഇങ്ങനെ ഉരുൾപൊട്ടലുകൾ പശ്ചിമഘട്ടത്തിൽ തുടർക്കഥയാവുകയാണ്. പ്രകൃതിയിൽ മനുഷ്യന്റെ അശാസ്ത്രീയമായ ഇടപെടലുകളാണ് ഈ ഉരുൾപൊട്ടലുകൾക്ക് കാരണമായിട്ട് വരുന്നത് മൊത്തം. ഉരുൾപൊട്ടലുണ്ടായാൽ എന്തോ ചെയ്യണം? നോക്കിക്കേ, എത്രയും വേഗം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുക. ചെറിയ കുട്ടികൾ, വൃദ്ധർ, ശാരീരിക അവശതകൾ അനുഭവിക്കുന്നവർ എന്നിവരുടെ രക്ഷയ്ക്ക് മുൻഗണന നൽകുക. പരിക്കേറ്റവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകുക. വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. പോലീസ്, ആംബുലൻസ് തുടങ്ങിയ ഏജൻസികളുമായി ബന്ധപ്പെടുക. വൈദ്യുതാഘാതം ഏൽക്കാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കുക. വെള്ളപ്പൊക്കം നോക്കിക്കേ, മഴക്കാലത്ത് നദികൾക്ക് ഉൾക്കൊള്ളാനാവാത്തത്ര ജലം ഒഴുകിയെത്തുമ്പോൾ അവ കരകവിഞ്ഞ് ഒഴുകാറുണ്ട്. ഇതാണ് വെള്ളപ്പൊക്കം. നോക്കിക്കേ, മഴവെള്ളപ്പൊക്കത്തെ എങ്ങനെയാ നേരിടേണ്ടതെന്ന്. പുഴയോട് ചേർന്ന പ്രദേശത്ത് വീട് വെക്കരുത്. മഴക്കാലത്ത് പുഴയിൽ ഇറങ്ങരുത്. വയലുകൾ മഴവെള്ളത്തിന് താഴ്ന്നിറങ്ങാനുള്ള ഇടമാണ്. അവ മണ്ണിട്ട് മൂടരുത്. ഇത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തീരത്ത് താമസിക്കുന്നവർ മഴക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറ്റണം. വെള്ളം കയറുന്നുണ്ടെങ്കിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കണം. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളും നോക്കിക്കേ. ഇത് പഠിച്ചു വെക്കണേ. കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെൽ, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ശിലാമണ്ഡലം, ജലമണ്ഡലം, വായുമണ്ഡലം എന്നിവയിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിനുണ്ടാകുന്ന ആഘാതങ്ങൾ മറ്റു മണ്ഡലങ്ങളെയും ബാധിക്കും. ഓരോ മണ്ഡലങ്ങളിലും മനുഷ്യൻ ശ്രദ്ധാപൂർവം വേണം ഇടപെടുവാൻ. അല്ലാത്ത പക്ഷം പ്രകൃതി നാം ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾക്ക് വേണ്ടി ഒരുക്കിത്തന്ന ഈ സുന്ദരമായ ലോകം നമുക്ക് വസിക്കുവാൻ കഴിയാത്ത ഒരിടമായി മാറുമെന്ന തിരിച്ചറിവ് നാം ഓരോരുത്തർക്കും ഉണ്ടാവണം. ഭൂമിയുടെ ഉപരിതലത്തിലെ ഖരാവസ്ഥയിലുള്ള ഭാഗമാണ് ശിലാമണ്ഡലം. ഭൂമിയെ പൊതിഞ്ഞ് നിലകൊള്ളുന്ന വായുവിന്റെ ആവരണമാണ് വായുമണ്ഡലം. സമുദ്രത്തിലും കരയിലും വായുവിലുമൊക്കെയായി കാണപ്പെടുന്ന ജലമെല്ലാം ചേർന്നതാണ് ജലമണ്ഡലം. ശിലാമണ്ഡലം, ജലമണ്ഡലം, വായുമണ്ഡലം എന്നീ 3 മണ്ഡലങ്ങളെയും ആശ്രയിച്ചാണ് ജൈവമണ്ഡലത്തിന്റെ നിലനിൽപ്പ്. മനുഷ്യർ നടത്തുന്ന അശാസ്ത്രീയമായ പ്രവർത്തനങ്ങളും ഇടപെടലുകളും ഭൂമിയിലെ വിവിധ മണ്ഡലങ്ങളെ ബാധിക്കും. മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ സുസ്ഥിരമായ നിലനിൽപ്പിന് പ്രകൃതിവിഭവങ്ങൾ ശാസ്ത്രീയമായി വിനിയോഗിക്കേണ്ടത് അനിവാര്യമാണ്. പ്രകൃതി ദുരന്തങ്ങളെ നേരിടാനുള്ള വിവിധ മാർഗങ്ങൾ നിലവിലുണ്ട്. നമ്മുടെ ഒരു ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.